നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അടുത്ത ടോപ്പിക്കാണ് കൂളംബ്സ് ലോ. കൂളംബ്സ് ലോ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഓക്കെ, ഇതിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. കൂളംബ്സ് ലോ നമുക്ക് ആദ്യമായി അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അതിനുശേഷം നമുക്ക് മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കാം. ഓക്കെ, സോ കൂളംബ്സ് ലോ പറയുന്നത് എന്താണ്? കൺസിഡർ two charges placed at a distance of r meter between them. കൺസിഡർ രണ്ട് ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ചാർജ് Q1, അതുപോലെ വേറൊരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ചാർജാണ് Q2. Q1, Q2 അതൊരു സെയിം സ്ട്രെയിറ്റ് ലൈനിൽ വരയ്ക്കണം. ഓക്കെ, അത് വെച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് എത്രയാ? ഡിസ്റ്റൻസസ് r മീറ്റർ അല്ലേ? സപ്പോസ് Q1 പോസിറ്റീവ് ചാർജ് ആണെന്ന് വിചാരിക്കുക. Q2 ഞാൻ വെക്കുന്ന Q2 പോസിറ്റീവ് ചാർജ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ Q2 ഇവിടെ വരുമ്പോൾ ഇത് ഓൾറെഡി പോസിറ്റീവാണ്. Q2 ഇവിടെ വരുമ്പോൾ എന്ത് പറ്റും? അത് റിപ്പൽ ചെയ്ത് പോകും. അപ്പോൾ ഒരു ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഉണ്ടാകും അല്ലേ? ഫോഴ്സ് ഓഫ് റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. നേരെ മറിച്ച് Q1 പോസിറ്റീവാണ്, ഞാനൊരു നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് പറ്റും? ഇത് ഓൾറെഡി പോസിറ്റീവ്, ഇത് ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. അപ്പം ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ്, അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ Q2-ൽ ഒന്നെങ്കിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കൂളംബ്സ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. നോക്കിക്കോളൂ. The force of attraction or repulsion ഏത് വേണമെങ്കിലും ആവാം. ഫോഴ്സ് ഒന്നെങ്കിൽ അട്രാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ റിപ്പൾഷൻ ആയിരിക്കും. The force of attraction or repulsion between two charges is ഒന്ന് directly proportional to the product of charges. Directly proportional to the product of charges. ഇപ്പം എന്താണ് പറഞ്ഞേക്കുന്നത്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ F is proportional to the product of charges. അതായത് Q1 Q2 മൾട്ടിപ്ലൈ ചെയ്യുക. Q1 ചാർജാണ്, Q2 ചാർജാണ്. They are placed at a distance r meter between them. എവിടെ? In air. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ എയർ. ഇപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ Q1 ഇൻറ്റു Q2. രണ്ടാമത്തത്, ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ ബിറ്റ്വീൻ ടു ചാർജസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ to the square of distance between them. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ഫോഴ്സസ് ഇൻവേഴ്സ്ലി എന്ന് പറഞ്ഞാൽ 1/by എന്ന് വരും. ഫോഴ്സസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ചാർജ് എന്ന് പറഞ്ഞാൽ 6, അതിൻ്റെ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജ്. ഇതാണ് കൂളംബ്സ് ലോന്റെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഫോഴ്സസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഒന്ന് പ്രൊഡക്റ്റ് ഓഫ് ചാർജസ്, രണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇത്രയും കിട്ടിയോ? നമുക്ക് ഇനി മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ കാണാം. ഓക്കെ, എന്തായിരിക്കും മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ? ആദ്യത്തെ എന്താണ് സ്റ്റേറ്റ്മെന്റ്? F is proportional to product of charges. രണ്ടാമത്തത് F is inversely proportional to the square of distance between them. ഇത് കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ എന്ത് പറ്റും? F is proportional to Q1 Q2 by R square. പ്രൊപ്പോർഷണാലിറ്റി എങ്ങനെ കളയും? കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ആണ്. സോ F is equal to K Q1 Q2 by R square, അല്ലെങ്കിൽ F is equal to 1/4 pi epsilon 0 into Q1 Q2 by R square. ഇതാണ്
ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആൻഡ് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ. നമ്മൾ ഓൾറെഡി കണ്ടു ഈ ചാർജസ് ഇരിക്കുന്നത് എവിടെയാണ്? എയർ. അപ്പം നമുക്കിവിടെ എഴുതാം എഫ് എയർ, അല്ലെങ്കിൽ എഫ് വാക്വം എന്നും കൂടി പറയും, അല്ലെങ്കിൽ എഫ് ഫ്രീ സ്പേസ് എന്നും കൂടി പറയും. ഏത് വേണമെങ്കിലും എഴുതാം. കോമൺ ആയിട്ട് എഫ് എയർ എന്നാണ് എഴുതി കാണാറ്. ഓക്കെ, അപ്പം നമുക്കിത് കിട്ടി. അപ്പം ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായി വേർ കോൺസ്റ്റൻറ്റ് കെ ഇസ് ഈക്വൽ ടു 1/4πε0. ഇനി എന്താണ് ε0 എന്ന് പറഞ്ഞാൽ? ε0 ഇസ് എ കോൺസ്റ്റൻറ്റ്. അതിൻ്റെ പേരാണ് പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓർ ഫ്രീ സ്പേസ്. ε0 എപ്സിലോൺ, ഇതിനെ വായിക്കുന്നത് എപ്സിലോൺ. ε0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് എയർ അല്ലെങ്കിൽ ഫ്രീ സ്പേസ്. അതിനൊരു വാല്യൂ ഉണ്ട്, അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. എത്രയാ? 8.854 × 10⁻⁻12 കുളം സ്ക്വയർ ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. 8.854 × 10⁻⁻12. ഇത് യൂണിറ്റ് എങ്ങനെയാണ് വന്നത്? നോക്കിക്കോളൂ, സിമ്പിളാണ്. എഫ് പി നമ്മൾ ഈക്വേഷൻ എടുക്കുവാണ് അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ε0 അല്ലേ? ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. 1/ε0 എന്ന് എഴുതാം. 4π ഒക്കെ കോൺസ്റ്റൻ്റ് അല്ല, അത് പോട്ടെ. Q1 യൂണിറ്റ് ഓഫ് ചാർജ് കുളുംബ്, Q2 യൂണിറ്റ് ഓഫ് ചാർജ് കുളുംബ്. R എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ, മീറ്റർ സ്ക്വയർ, അപ്പം മീറ്റർ സ്ക്വയർ. ഇതിൽ നിന്ന് ε0ൻ്റെ യൂണിറ്റ് എങ്ങനെ കാണും? സ്ക്വയർ ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കുളും സ്ക്വയർ ആണ് ε0ൻ്റെ വാല്യൂ. ഓക്കെ, അങ്ങനെ അപ്പോൾ ഈ വാല്യൂ ε0 എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. അതിൻ്റെ വാല്യൂ ആണ് 8.854 × 10⁻⁻12 കുളും സ്ക്വയർ ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. കിട്ടിയോ? ഓക്കെ. അപ്പം നമുക്ക് സപ്പോസ് ന്യൂമറിക്കൽസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിനൊരു വാല്യൂ ഉണ്ട്, 1/4πε0. കാര്യം 4π ഇതൊക്കെ കോൺസ്റ്റൻ്റ് അല്ലേ? ε0ൻ്റെ വാല്യൂ അറിയാം. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 9 × 10⁻9 എന്ന് കിട്ടും കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ. ഇത് ന്യൂമറിക്കൽസിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എഫ് എയർ ഇസ് ഈക്വൽ ടു 1/4πε0 പകരം 9 × 10⁻9 Q1 Q2/r². ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഇൻ എയർ. ഓക്കെ, എന്താണ് വാല്യൂ? 1/4πε0 Q1 Q2/r². ഇപ്പോൾ കുളുംസ് ലോ മനസ്സിലായോ? നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ചാർജസ് എയറിൽ വെച്ചിരിക്കുക എന്നാണ്. നേരെ മറിച്ച് സപ്പോസ് ചാർജസ് പ്ലേസ്ഡ് ഇൻസൈഡ് സം മീഡിയം. സപ്പോസ് ചാർജ് ഒരു മീഡിയത്തിനകത്താണ്. ചാർജസ് ആർ ഇൻസൈഡ് മീഡിയം. ചാർജസ് ആർ ഇൻസൈഡ് മീഡിയം. Q1 Q2 എയറിന് പകരം മീഡിയത്തിലാണ്. അപ്പം നമുക്ക് എഫ് എയർ എന്താണ്? 1/4πε0 Q1 Q2/r². Q1 Q2 മീഡിയത്തിലാണെങ്കിൽ എഫ് മീഡിയം ആണെങ്കിൽ എങ്ങനെ ഇക്വേഷനിലും വ്യത്യാസം വരും? 1/4πε0 മീഡിയം വരുമ്പോൾ ഇവിടെ ഒരു εr വരും ഇൻറ്റു Q1 Q2/r². εr എന്ന് പറഞ്ഞാൽ എന്താണ്? εr ആണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം അതെന്താണെന്ന് നമുക്ക് കാണാം അടുത്ത ടോപ്പിക്കിൽ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എഴുതാം എഫ് മീഡിയം എന്ന് പറഞ്ഞാൽ 1/4πε ഇൻറ്റു Q1 Q2/r². വേർ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ
എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. ഓക്കെ, കിട്ടിയോ അത്രയും കാര്യങ്ങൾ? ഇതാണ് നമ്മുടെ കുളുംസ് ലോ. എഫ് എയർ 1/4 എപ്സിലോൺ 0 Q1 Q2 by R square. എഫ് മീഡിയം എന്ന് പറഞ്ഞാൽ 1/4 എപ്സിലോൺ Q1 Q2 by R square. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം എന്താണെന്ന് കാണാം. ഓക്കെ, ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് വേറൊരു പേരുണ്ട്. ഓക്കെ, ഇപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരുണ്ട്. ആ പേരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യണത്, റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് റെപ്രസെൻ്റ് ചെയ്യണത് ER. ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റിനെ റെപ്രസെൻ്റ് ചെയ്യണത് K. ഏത് വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പോൾ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. നിങ്ങൾക്കറിയാം എഫ് എയർ അല്ലെങ്കിൽ എഫ് വാക്വം എന്താണ്? 1/4 എപ്സിലോൺ 0 ഇൻറ്റു Q1 Q2 by R square അല്ലേ? അങ്ങനെയാണെങ്കിൽ എഫ് മീഡിയം എന്താണ്? 1/4 എപ്സിലോൺ ഇൻറ്റു Q1 Q2 by R square. ഇത് രണ്ടും നിങ്ങൾ നേരത്തെ കണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഫ് എയർ ഡിവൈഡഡ് ബൈ എഫ് മീഡിയം ചെയ്തേ. അപ്പം എന്ത് വരും? 1/4 എപ്സിലോൺ 0 ഇൻറ്റു Q1 Q2 by R square ഡിവൈഡഡ് ബൈ 1/4 എപ്സിലോൺ ഇൻറ്റു Q1 Q2 by R square. Q1 Q2 R square, Q1 Q2 R square വെട്ടിപ്പോവില്ലേ? 4 വെട്ടിപ്പോവും. ശരിയല്ലേ? ബാക്കി എന്താണുള്ളത്? സോ എഫ് എയർ ബൈ എഫ് മീഡിയം is equal to 1/epsilon 0 ഡിവൈഡഡ് ബൈ 1/epsilon. ഈ എപ്സിലോൺ എങ്ങോട്ടേക്ക് പോകും? ന്യൂമറേറ്ററിലോട്ട് പോകും. അപ്പം എന്ത് വരും? എഫ് എയർ ബൈ എഫ് മീഡിയം is equal to എപ്സിലോൺ ബൈ എപ്സിലോൺ 0. ഇതിൻ്റെ പേരാണ് എപ്സിലോൺ ആർ അല്ലെങ്കിൽ കെ, റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഓക്കെ, ഇതിനെങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യും? നമ്മുടെ കയ്യിൽ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്യാൻ ഇപ്പോൾ എന്തുണ്ട്? എഫ് എയർ ബൈ എഫ് മീഡിയം ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് എ മീഡിയം is the ratio of force between two charges placed in air. F air അല്ലേ? അപ്പോൾ it is the ratio of force between two charges placed in air at a certain distance to ratio എന്ന് പറയുമ്പോൾ from to the force between two charges placed at the same distance in that medium. നോക്കിക്കേ, എന്താണ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് K എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് പ്ലേസ്ഡ് ഇൻ എയർ അറ്റ് എ സർട്ടൻ ഡിസ്റ്റൻസ് ടു ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് kept at the same distance in that medium. കിട്ടിയോ? എഫ് എയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് പ്ലേസ്ഡ് ഇൻ എയർ അറ്റ് എ സർട്ടൻ ഡിസ്റ്റൻസ് ടു ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് പ്ലേസ്ഡ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ആൻഡ് കെപ്റ്റ് ഇൻ ദാറ്റ് മീഡിയം.
അതിൻ്റെ റേഷ്യോ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. കിട്ടിയോ? അപ്പം നമുക്ക് കാണാം കുളുംബ്സ് ലോ ഇൻ വെക്ടർ ഫോം. നോക്കിക്കോളൂ, നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ചാർജസ് ഉണ്ട്, Q1 Q2. അത് വെച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് R. ഓക്കെ, സപ്പോസ് ഫോഴ്സ് ഓൺ Q2 ബൈ Q1, ഫോഴ്സ് ഓൺ Q2 ബൈ Q1 വെക്ടറാണ്, വെക്ടർ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ നമ്മൾ വെക്ടർ സൈൻ കൊടുക്കും. ഫോഴ്സ് ഓൺ Q2 ബൈ Q1 എന്ന് പറഞ്ഞാൽ 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ R² ഇൻറ്റു നമ്മൾ എപ്പോഴൊക്കെ വെക്ടർ പറയുന്നു, സപ്പോസ് ഇത് X ആണ്, ഇത് Y ആണ്, ഇത് Z ആണ്, X കോർഡിനേറ്റിലുള്ള യൂണിറ്റ് വെക്ടർ എന്താണ്? I. വൈയിലാണെങ്കിൽ J, ഇസഡിലാണെങ്കിൽ K. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ല. അപ്പം വെക്ടർ പറയുമ്പോൾ നമ്മളിപ്പോഴും യൂണിറ്റ് വെക്ടർ വരണം. അപ്പം ഇവിടുത്തെ കേസിനകത്ത് നോക്കിക്കേ, ഫോഴ്സ് ഓൺ Q2ൽ ആക്ട് ചെയ്യണ ഫോഴ്സ് ബൈ ഹും, ബൈ Q1. അപ്പോൾ Q2ൽ ആക്ട് ചെയ്യണ ഫോഴ്സ് F12. അപ്പോൾ യൂണിറ്റ് വെക്ടർ ഫോഴ്സ് ഓൺ Q2 ബൈ Q1. അപ്പോൾ 1ൽ നിന്ന് 2ലോട്ട്. അപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ R12 എന്ന് പറഞ്ഞ യൂണിറ്റ് വെക്ടർ ഫ്രം 1 to 2. അപ്പോൾ R12. നേരെ തിരിച്ച് ഫോഴ്സ് ഓൺ Q1 ബൈ Q2. സപ്പോസ് ഇത് Q2 നെഗറ്റീവാന്ന് വിചാരിച്ച്, അപ്പോൾ ഇങ്ങോട്ട് ആക്ട് ചെയ്യണ ഫോഴ്സ് അതായിരിക്കും ഫോഴ്സ് ഓൺ Q1, ഫോഴ്സ് ഓൺ Q1. ഇത് F21 കേട്ടോ. ഫോഴ്സ് ഓൺ Q1, ഫോഴ്സ് ഓൺ Q1 ബൈ Q2 വെക്ടർ ഫോഴ്സ് ഓൺ Q1 ബൈ Q2 വെക്ടർ കാണിക്കുക. അതെന്ത് വരും? 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ R². യൂണിറ്റ് വെക്ടർ എങ്ങനെ വരും നോക്കിക്കേ, ഫോഴ്സ് ഓൺ Q1 ബൈ ഹും, ബൈ Q2. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഫോഴ്സ്. അപ്പോൾ യൂണിറ്റ് വെക്ടർ R ഫ്രം 2 to 1, ഡയറക്ഷൻ ഇങ്ങോട്ട്. കിട്ടിയോ? അപ്പോൾ R21 ഒന്നുമില്ല, സിമ്പിളാണ്. F21 എന്ന് പറഞ്ഞാൽ എന്താ? Q2 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പോസിറ്റീവാന്ന് വിചാരിക്കുക, ഇത് പോസിറ്റീവാന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങോട്ടാണ് അതിൻ്റെ ഫോഴ്സ് പോണത്? അങ്ങോട്ടേക്കല്ലേ. അപ്പോൾ ഫോഴ്സ് ഓൺ Q2 ബൈ Q1 ഇങ്ങോട്ട്. അപ്പോൾ ആ ഡയറക്ഷൻ, അതായത് 1ൽ നിന്ന് 2ലോട്ടാണ് യൂണിറ്റ് വെക്ടർ ഉള്ളത്. നേരെ തിരിച്ച് സപ്പോസ് ഫോഴ്സ് ഓൺ Q1ലോട്ടാണ് ഫോഴ്സ്, അപ്പോൾ ഇങ്ങോട്ടേക്കാണ് ഫോഴ്സ് F12. അപ്പോൾ യൂണിറ്റ് വെക്ടർ ഡയറക്ഷൻ ഇങ്ങനെയല്ലേ. അപ്പോൾ 2 to 1 ആയിരിക്കും യൂണിറ്റ് വെക്ടർ. കിട്ടിയോ? ഇനി എഴുതാം R12 ആൻഡ് R21 ആർ യൂണിറ്റ് വെക്ടേഴ്സ്. യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താ? രണ്ടിൻ്റെ വാല്യൂ യൂണിറ്റി അല്ലേ. സോ ദേ ആർ യൂണിറ്റ് വെക്ടേഴ്സ് ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതിനെ 1 കൊടുക്കുക, ഇതിനെ 2 കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ R21 നമുക്ക് എങ്ങനെ എഴുതാം? R21 നമുക്ക് മൈനസ് ഓഫ് R12 എന്ന് എഴുതാമല്ലോ. കാരണം എന്താ? they are equal and in opposite direction. So therefore equation 2 implies F12 എന്ന് പറഞ്ഞാൽ 1/4πε0 Q1 Q2 by R². R21 പകരം നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് R12 എന്ന് കൊടുക്കാം. ഇനി മൈനസ് പുറത്തെടുത്ത് എഴുതിക്കേ. അപ്പോൾ എന്ത് വരും? F12 is equal to 1/4πε0 Q1 Q2 by R². ഈ മൈനസ് ഞാൻ പുറത്തോട്ട് എടുത്തു, ബാക്കി വരുന്നത് എന്താ? R12. ഇത്രേ ഭാഗം എന്താണ്? ഇക്വേഷൻ 1 പ്രകാരം എന്താണ്? സോ യു ഗെറ്റ് F12 is equal to മൈനസ് ഓഫ് ഇത്ര എന്താണ്? ഇതല്ലേ. സോ F21 എന്ന് കിട്ടും. ശരിയല്ലേ? അതായത് F
F21 എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് F12 ആണ്. ഇതാണ് കുളുംബ്സ് ലോ ഇൻ വെക്ടർ ഫോം. കിട്ടിയോ? ഓക്കെ. ഇനി നമുക്ക് ഇത്രയും നേരം നമ്മൾ കൂളംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് ഓഫ് ചാർജ്. നമുക്ക് ഈ കൂളംബിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സോ ഡെഫിനിഷൻ ഓഫ് കൂളംബ്. നമ്മളൊരു കൂളംബിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? അതിന് നമ്മുടെ കയ്യിൽ ഇക്വേഷൻ നമുക്കുണ്ട്. കുളുംബ്സ് ലോ പ്രകാരം എന്താണ്? എഫ് എയർ എന്ന് പറഞ്ഞാൽ 1/4πε0 ഇൻറ്റു Q1 Q2/R². ഇതിൻ്റെ വാല്യൂ എത്രയാ? നമുക്കറിയാം. F is equal to 9 × 10⁻⁹ ഇൻറ്റു Q1 Q2/R². അല്ലേ? നമുക്കറിയാവുന്ന കാര്യമല്ലേ? ഇനി നോക്കിക്കോളൂ. if Q1 is equal to Q2 is equal to 1 coulomb, R is equal to 1 meter, then എഫിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 9 × 10⁻⁹ ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 1 coulomb ചാർജിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? എങ്ങനെ പറ്റും? നോക്കിക്കോളൂ. 1 coulomb is the force. 1 coulomb is the force അല്ല, is the charge which when placed in air at a distance of 1 meter apart repels with a force of 9 × 10⁻⁹ ന്യൂട്ടൺ. വല്ല മനസ്സിലായോ? 1 coulomb ഡിഫൈൻ ചെയ്യുവാണ് is that charge. 1 coulomb is that charge. ഇതാണ് നിങ്ങളുടെ Q1 which when placed in air at a distance of 1 meter apart from an equal and similar charge. ഇതും കൂടി മെൻഷൻ ചെയ്യണ്ടേ? 1 coulomb is that charge which when placed in air at a distance of 1 meter apart from an equal and similar charge and it repels with a force of 9 × 10⁻⁹ ന്യൂട്ടൺ. ഇതാണ് 1 coulomb ചാർജിൻ്റെ ഡെഫിനിഷൻ. എങ്ങനെയാണ്? 1 coulomb is that charge which when placed in air at a distance of 1 meter from an equal and opposite charge. പിന്നെ ഈ ചാർജ് എന്ത്? ഇറ്റ് റെപ്പൽസ് വിത്ത് എ ഫോഴ്സ് ഓഫ് 9 × 10⁻⁹ ന്യൂട്ടൺ. കിട്ടിയോ? അപ്പോൾ 1 coulomb എന്താണെന്ന് മനസ്സിലായി. നമ്മുടെ ഇലക്ട്രിക് ചാർജിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് നമ്മൾ പോവുകയാണ്. ഓക്കെ, അതിനെ പറയുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഇതിങ്ങനെ കഴിഞ്ഞാൽ ഇലക്ട്രിക് ചാർജ് എന്നുള്ളൊരു ഭാഗം കണ്ടു. ഓക്കെ, നോക്കിക്കോളൂ. സ്റ്റേറ്റ്മെൻ്റ് ആദ്യമേ പറയാം. റിസൾട്ടൻറ്റ് ഫോഴ്സ് on a particular charge is the resultant force on a particular charge is the vector sum of forces produced by individual charges. വല്ലതും മനസ്സിലായോ? Resultant force on a particular charge is the vector sum of forces produced by individual charges. നിങ്ങൾ നോക്കിക്കോളൂ. സപ്പോസ് Q1 എന്ന് പറഞ്ഞ ഒരു ചാർജ് ഇവിടെ ഉണ്ട്. Q1 എന്ന് പറഞ്ഞ ചാർജ്
ഇത് എയർ ആണെന്ന് വിചാരിക്കുക. ഈ എയറിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. Q2 എന്ന് പറഞ്ഞ ചാർജ് ഇവിടെ ഉണ്ട്, Q3 ഇവിടെ ഉണ്ട്, Q4 ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതെല്ലാം എയറിൽ Q1, Q2, Q3, Q4. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഫോഴ്സ് ഓൺ Q1, ഫോഴ്സ് ഓൺ Q1 by Q2, ഫോഴ്സ് ഓൺ Q1 by Q2, ഫോഴ്സ് ഓൺ Q1 by Q2 എന്തായിരിക്കും? 1/4πε0 into Q1 Q2 by ഡിസ്റ്റൻസ് ബിറ്റ്വീൻ Q1 ആൻഡ് Q2. അതിനെ നമ്മൾ R12 എന്നെടുത്ത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ R21 എന്ന് തന്നെ എടുത്തോ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 and 1. യൂണിറ്റ് വെക്ടർ ഏത് ഡയറക്ഷനിലോട്ടായിരിക്കും? R12. ഫോഴ്സ് ഓൺ Q1 by Q2 അല്ലേ? അപ്പോൾ Q1ൻ്റെ ഡയറക്ഷനിലോട്ടല്ലേ? അപ്പോൾ എന്ത് വരും? R21 യൂണിറ്റ് വെക്ടർ വരും. ഓക്കെ, അതുപോലെ നിങ്ങൾ Q3യുടെ എഴുതിക്ക്. ഈ ഡിസ്റ്റൻസ് ഫോഴ്സ് ഓൺ Q1 by Q3 എന്ത് വരും? 1/4πε0 Q1 into Q3 by distance between 3 and 1 R31 യൂണിറ്റ് വെക്ടർ ഫ്രം 3 to 1. ഇവിടെ ആക്ട് ചെയ്യണ ഫോഴ്സാണ് F13. അപ്പോൾ R31 വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ എഴുതിക്കുക Q4ൻ്റെ കേസ്. Q4ൽ എന്ത് വരും? ഫോഴ്സ് ഓൺ Q1 by Q4 എന്ന് പറഞ്ഞാൽ 1/4πε0 Q1 into Q4 by ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 4 and 1. അതിന് ഞാൻ R41 എന്ന് കൊടുത്തു. പിന്നെ 4ൽ നിന്ന് 1 യൂണിറ്റ് വെക്ടർ ഇൻറ്റു R41. Therefore total force on Q1 എന്ന് പറഞ്ഞാൽ F1. ടോട്ടൽ ഫോഴ്സ് ഓൺ Q1 എന്ന് പറഞ്ഞാൽ F1. അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? F12 പ്ലസ് F13 പ്ലസ് F14. ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/4πε0 പുറത്തെടുക്കാം. ബാക്കി എന്ത് വരും? Q1 Q2 by R21 into R21 plus Q1 Q3 by R31 into R31 unit vector plus Q1 Q4 by R41 into R41 unit vector. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. കിട്ടിയോ? അപ്പം നമ്മുടെ ഇലക്ട്രിക് ചാർജിൻ്റെ ക്ലാസ് പൂർണ്ണമായിട്ട് കഴിയുന്നു. ജസ്റ്റ് ഒരു ബ്രീഫിംഗ് പോലെ ഞാൻ പറയാം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്താ കണ്ടത്? ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി കണ്ടു. ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിയുടെ 2 എക്സാമ്പിൾസ് കണ്ടു. അതിനുശേഷം നമ്മൾ എന്ത് കണ്ടു? ഇലക്ട്രിക് ചാർജ് കണ്ടു. ഇലക്ട്രിക് ചാർജിൻ്റെ ഡെഫിനിഷൻ കണ്ടു. പിന്നെ വരുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. 5 പ്രോപ്പർട്ടികൾ നമ്മൾ കണ്ടു. അതിനുശേഷം എങ്ങനെ ഒരു കണ്ടക്ടർ നമുക്ക് ചാർജ് ചെയ്യാം, അതിന് 3 മെത്തേഡ് ഉണ്ട്. ഒന്ന് ചാർജിങ് ബൈ ഫ്രിക്ഷൻ, ചാർജിങ് ബൈ കണ്ടക്ഷൻ, ചാർജിങ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ കൂലുംസ് ലോയിലോട്ട് വന്നു. ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ വെക്ടർ ഫോം ഓഫ് കൂലുംസ് ലോ കണ്ടു. ടുവേർഡ്സ് ദി എൻഡ് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളും നമ്മുടെ 1 കൂലം ചാർജിൻ്റെ ഡെഫിനിഷനും എല്ലാം കണ്ടു. അപ്പോൾ ഇലക്ട്രിക് ചാർജസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഓൾമോസ്റ്റ് എല്ലാ കവേർഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നല്ലോണം പഠിക്കുക ഇലക്ട്രിക് ചാർജ്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്.